ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 പാളയംകൂടൻ പഴമാണ്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഏലക്കയും കൂടെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. അരച്ചെടുത്തതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് മാവാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മൈദയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 1 കപ്പ് മാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നോക്കിയ ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ചെറിയ അളവിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് അങ്ങ് ചേർത്താൽ ചിലപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ വേണമെങ്കിൽ ഗോതമ്പ് മാവിൽ മാത്രമാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ മൈദയിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം മൊത്തം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മാവിന് 1/2 കപ്പ് വെള്ളം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി ഇതിനെ സ്പൂണൊക്കെ മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞ് നന്നായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നമ്മളിങ്ങനെ കൈ വെച്ച് എടുക്കുമ്പോൾ അത് മുറിഞ്ഞ് വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് നമുക്ക് കിട്ടാനുള്ളത്. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ഇതുപോലെ മുറിഞ്ഞ് വീഴണം. ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കാം. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് പ്രത്യേക ഇപ്പോൾ ഷേപ്പൊന്നും വേണ്ട. നമ്മളിങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ മാവ് കുറേശ്ശെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. എണ്ണയിൽ മാവ് ഒഴിച്ച ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റണം. ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് നിറം മാറി വരുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വച്ചേക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറായിട്ട് ഒരു ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അതിൻ്റെ ഉള്ളിൽ വേവുകയും ഇല്ല. അതുകൊണ്ട് സിമ്മിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാകത്തിന് എത്തിയിട്ടുണ്ട്. നല്ല ഒരു ഡാർക്ക് ബ്രൗൺ കളർ എത്തണം. അതാണ് അതിൻ്റെ ആ ഒരു കളറും. ഈ ഒരു നിറം എത്തുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന മാവും കൂടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കുമൊക്കെ ചിലപ്പോൾ അറിയുന്ന ഒരു സ്നാക്കായിരിക്കും. എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് വീഡിയോ പിടിച്ച് കാണിക്കുന്നത്. ആ 1 കപ്പ് മാവിൽ നിന്ന് ഇത്രയും സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ അകമൊക്കെ ഇപ്പോൾ നന്നായിട്ട് കറക്റ്റ് വെന്തിട്ടുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുമാണ് ഇതിരിക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഈ ഒരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റും കൂടി അറിയിക്കണേ.